ഗുഡ് ആഫ്റ്റർനൂൺ. ഉറങ്ങിയോ? മോർണിംഗ് മുതലേ നിങ്ങൾക്ക് എല്ലാവർക്കും സെഷൻസ് ആണ് അല്ലേ? രാവിലെ മുതൽ ഇരിക്കുന്നുണ്ടോ? ഒരേ ഇരുത്താണോ? അപ്പം എല്ലാവരും പരസ്പരം നിങ്ങളുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എല്ലാവർക്കും ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേ. അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലേ? ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് എടുത്തിട്ട് ഒന്ന് ചിരിച്ചേ. അതെ, നന്നായിട്ട് പൊട്ടിച്ചിരിച്ചേ. വാവ്, അടിപൊളി. അപ്പം എല്ലാവരും ലൈവാണ് അല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ ടീനെ കുറിച്ച് സംസാരിക്കാനാണ്. ടീൻ എന്താ? ടീൻ 12 to 20 വരെയുള്ള നിങ്ങളുടെ ഏജ് ആണ് അല്ലേ? 13, 14, 15, 16, 17, 18, 19, then 20. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള നിങ്ങളുടെ ഏജ് ഇതെങ്ങനെ നമുക്ക് സ്വീറ്റ് ആക്കാം? ശരിക്കും ഈ ഏജ് സ്വീറ്റ് ആണോടോ? സ്വീറ്റാണോ? അല്ല. ഏതെങ്കിലും ഒരു സമയം, കുറച്ച് സമയം ഒന്ന് ഫോൺ എടുത്ത് അപ്പം തുടങ്ങും. ഏത് നേരവും ഫോണിലാണ്. എത്രങ്ങാനും പഠിക്കാനുണ്ട്. ഇതൊന്നും ചെയ്യണ്ട, ഫുൾ ടൈം ഫോണിൽ. ഒന്ന് തലവേദന ആണെന്ന് ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്താ പറയുക? ഫോണ് നോക്കിയത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്, മോള് കുറച്ചും കൂടി ഫോൺ നോക്ക് പറയും അല്ലേ? കാലിൻ്റെ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അതും ഫോണിന് കുറ്റം കൊടുക്കും. നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുമ്പോൾ കുറച്ച് നന്നായിട്ട് ഒരുങ്ങിയിട്ട് പോയാൽ എന്താ പറയുക? ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങിയിട്ട് പോകണമെന്ന് ചോദിക്കും അല്ലേ? ഇനിയിപ്പോൾ നമ്മളൊന്ന് ഒരുങ്ങാതെ പോയാലോ? എന്ത് കോലത്തിലൊരു കല്യാണത്തിന് പോകണമെന്ന് പറയും. ശരിയല്ലേ? എന്ത് ചെയ്താലും പ്രശ്നമാണ്, പ്രശ്നത്തോട് പ്രശ്നം. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് സ്കൂളിലേക്ക് പോയാലോ? ടീച്ചേഴ്സ് എന്താ പറയുക? ഒരു പണിയും ചെയ്യാണ്ട്, ഹോംവർക്കും ചെയ്യാണ്ട്, അസൈൻമെൻറ്റും ചെയ്യാണ്ട് വന്ന് നിങ്ങൾക്കൊക്കെ എന്താ വീട്ടിൽ പണിയെന്ന് ചോദിക്കും. പ്രശ്നമല്ലേ? പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയാലോ? ദാരിദ്ര്യം, ശോകം, ആകെ മൊത്തം പ്രശ്നങ്ങളാണ്. ഇതിനെയാണ് എല്ലാവരും കൂടി പറയുന്നത് സ്വീറ്റീൻ. മധുരം 16, 17. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത് 17 ഭയങ്കര സ്വീറ്റാണെന്ന്? ഭയങ്കര പ്രശ്നങ്ങളാണില്ലേ? എല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ടാണല്ലേ? ഏത് സമയം നോക്കിയാലും കിടന്നുറങ്ങുക. ഇനി അഥവാ ഉറങ്ങിയിട്ടില്ലെങ്കിലാ ഏത് സമയം പോലും കുറച്ച് ഉറങ്ങിക്കൂടെ ചോദിക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ പ്രശ്നം, പോയിട്ടില്ലെങ്കിലാ ഇതെന്താ വീട്ടിനുള്ളിൽ ഇങ്ങനെ അടച്ച് കുത്തിരിക്കുന്നത്, നിനക്കെന്ത് പുറത്തിറങ്ങിക്കൂടെ, കുറച്ച് വെയിൽ കൊണ്ടുകൂടെ, കുറച്ച് കാറ്റ് കൊണ്ടുകൂടെ? അതും പ്രശ്നം, മൊത്തം പ്രശ്നമാണ്. നമ്മളെ ചുറ്റുപാട് സറൗണ്ടിങ്സ് എല്ലാം പ്രശ്നമാണ്. പ്രഷർ ഇങ്ങനെ കൂടില്ലേ നമുക്ക് ചില സമയത്ത്? അങ്ങനത്തെ ഉള്ളൊരു ഏജാണ് എന്ത് ടീൻ എന്ന് പറയുന്നത്, ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി. പക്ഷേ ഇതിനെ നമ്മളൊന്ന് വിചാരിച്ചാൽ ഭയങ്കര സ്വീറ്റാക്കിയിട്ട് കൊണ്ടുപോകാം നമുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഇല്ലേ ഒരുപാട്? നിങ്ങളുടെ ഒരു 5 ഫ്രണ്ട്സിനെ ഒന്ന് ഓർത്തേ. ഒരു 5 ഫ്രണ്ട്സിനെ നിങ്ങളിങ്ങനെ മൈൻഡിൽ ഓർക്ക്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായാൽ, വിളിച്ചാൽ നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു 5 ഫ്രണ്ട്സിനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. 5 ഫ്രണ്ട്സിനെ മനസ്സിൽ ഓർത്ത ആൾക്കാർ ഒന്ന് കൈപൊക്കിക്കേ. 5 ഫ്രണ്ട്സിന് കിട്ടിയില്ലേ? കൈപൊക്കടാ, എന്താണ് ഇങ്ങനെ? കൈപൊക്കെ. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. അപ്പം 5 ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയമില്ല, ഇവർ നിങ്ങളെ കട്ടൊക്കെ കൂടെ ഉണ്ടാവും. റെഡി അല്ലേ? ഈ 5 ഫ്രണ്ട്സിൽ നിന്ന്, ഈ 5 എണ്ണത്തിൽ നിന്ന് ഞാൻ 2 ആളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും? 2 ആളെ സെലക്ട് ചെയ്യാൻ പറയാം. 5 ആളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, അതിൽ 2 ആളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും? അതായത് ഈ 5ൽ നിന്നും ഒന്നും കൂടി നമ്മൾ ഷോർട്ടൺ ചെയ്യുക. അതായത് നമ്മൾ ഏത് പ്രതിസന്ധി സമയത്തും നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഓക്കെടാ സാരല്ല ഞാനുണ്ട് എന്ന് പറയുന്ന 2 ആളെ മനസ്സിലോർത്തേ. 2 ആളെ കിട്ടിയാ? കിട്ടാനില്ലേ? അതിപ്പോൾ നമ്മൾ ബംഗാളിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരുമോ? ഓക്കെ, 2 ആളെ കിട്ടിയ ആൾക്കാരൊന്ന് കൈവക്കിയേ. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ, വെരി ഗുഡ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഈ 2 ആളിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ പിക്ക് ചെയ്യും? നല്ലോണം ഓർത്തോ. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്കൊന്ന് കരഞ്ഞിട്ട്
എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മൈൻഡ് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നൊരു സമയം നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളെ നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്താ ഓക്കെ. അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്ത ആൾക്കാരൊന്ന് കൈപൊക്കിക്കേ. വാവ്, അടിപൊളി, ഹാൻഡ്സ് ഡൗൺ. ഇതിൽ ഈ ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്തില്ലേ? ഈ ഒരാളെ സെലക്ട് ചെയ്തപ്പം അയാളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള മറ്റുള്ളവരിൽ കാണാത്ത ഒരു ക്വാളിറ്റി ഉണ്ടാവും, ഒരു യുണീക്കായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. അതെന്താ? ഒന്ന് വിളിച്ചു പറയാ. പറഞ്ഞ മോള് പറഞ്ഞോ, ഒന്ന് പറയാ, വിളിച്ചു പറയടാ. ലിസണിങ്, അതല്ലേ പറഞ്ഞേ? നന്നായിട്ട് എന്നെ കേൾക്കും, എന്നെ കേൾക്കാൻ സമയം കണ്ടു. വെരി ഗുഡ്. മോള് പറഞ്ഞേ, ആ ഫ്രണ്ടിൻ്റെ ക്വാളിറ്റി എന്താ? ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും, ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യും. ഇനി ബോയ്സ് ആരാ പറയുന്നത്? ഒരാൾ വിളിച്ചു പറഞ്ഞേ, പറയടാ, പറയേ. ഹാപ്പി ആക്കും. വെരി നൈസ്. നമുക്ക് എല്ലാവർക്കും വേണ്ടത് അത് തന്നെയല്ലടാ, ഹാപ്പി അല്ലേ ലൈഫിൽ? അപ്പം നമ്മൾ ഹാപ്പി ആക്കും, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും, എന്നെ കേൾക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അവരോടൊരു പക്ഷേ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിലുള്ള ഏത് ക്വാളിറ്റി ആയിരിക്കും അവർ പറയുക? നിങ്ങളിലുള്ള ഏത് ക്വാളിറ്റി ആയിരിക്കും അവർ പറയുക? നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അപ്പോൾ ഒരു ഫ്രണ്ട് ആവണമെങ്കിലും നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടാവണം അല്ലേ? നമ്മളെല്ലാവരെയും നമ്മളെ ഫ്രണ്ട്സ് ആക്കുമോ? കാണുന്ന ആൾക്കാരൊക്കെ ഫ്രണ്ട്സ് ആക്കുമോ? ഇല്ല. നമുക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ഫ്രണ്ട് ആക്കൂ അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സെലീന ടീച്ചറാണ്. അവരൊരു കവിയാണ്. അവരുടെ ഒരു കവിതയുണ്ട്. കവിത ഇങ്ങനെയാണ്: നിന്റെ തിരകൾ എന്നെ നനയ്ക്കാതിരിക്കുവോളം നിന്നെ ഞാൻ എങ്ങനെയാണ് കടലെന്ന് വിളിക്കുക? നിന്റെ തിരകൾ എന്നെ നനയ്ക്കാതിരിക്കുവോളം ഞാൻ നിന്നെ എങ്ങനെയാണ് കടലെന്ന് വിളിക്കുക? ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക്, ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ സ്വന്തത്തിലേക്ക്. ഞാൻ ആ ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ ശരിക്കും ഞാൻ അത് ഡിസർവിങ് ആണോ? ഞാനൊരു സ്കൂൾ പ്രിൻസിപ്പാളാണ്, ഒരു CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്. ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല, അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ലെങ്കിൽ, എൻ്റെ ടീച്ചേഴ്സ് കൃത്യസമയത്ത് ക്ലാസ്സിൽ പോകുന്നുവെന്ന് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു പ്രിൻസിപ്പാളാണോ? എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ആരെങ്കിലും വിളിക്കുക, ആ പെണ്ണുങ്ങളത് പോകുന്ന പറയും. അതല്ലെങ്കിൽ ഞാൻ പക്ക എൻ്റെ ഡ്യൂട്ടീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ പറയും, യെസ് ഞങ്ങൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ്, മുബീന മാം ആണ് ക്ലാസ് എടുക്കുന്നത്. ഇസ്ന്റ് ഇറ്റ്? ശരിയല്ലടോ? എല്ലാവർക്കും ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? നമ്മളെപ്പോഴും നമ്മളുടെ റൈറ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട്, ടീച്ചേഴ്സ് ക്ലാസ്സിൽ അടിക്കാൻ വന്നാൽ നിങ്ങൾ എന്ത് പറയും? വടി കൊണ്ടാൽ നിങ്ങൾ എന്ത് പറയും? ടീച്ചറെ അടിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് ചൈൽഡ് ലൈനിൻ്റെ നമ്പർ അറിയാം. പക്ഷേ ആസ് എ സ്റ്റുഡൻറ് എന്താ നിങ്ങളെ റെസ്പോൺസിബിലിറ്റീസ്? പഠിക്കുക, പിന്നെ കളിക്കുക. എടാ സ്റ്റുഡൻസ് കളിക്കണ്ടടാ, ഇത് തമാശയ്ക്ക് പറയില്ലേ കളിക്കണ്ട. പിന്നെന്താ? ഇതെല്ലാം ഉണ്ടാവുമ്പോൾ നമ്മൾ കുട്ടികളാവുന്നുള്ളൂ, സ്റ്റുഡൻ്റ് ആവുന്നുള്ളൂ. ഓക്കെ, പിന്നെ പറ, പിന്നെന്തൊക്കെയാണ് നമ്മളെ റെസ്പോൺസിബിലിറ്റീസ്? ആകെ പഠിക്കാൻ മാത്രമേ ഉള്ളൂ? ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ? ടീച്ചേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും ലീഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഇനീഷ്യേറ്റീവ് ചെയ്യേണ്ടി വരും അല്ലേ? ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വന്ന് നിന്നിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഓരോരുത്തർക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. PK പാറക്കടവിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്. ആ കഥ ഇങ്ങനെയാണ്: വേര് പൂവിനോട് പറഞ്ഞു,
നീ ഇങ്ങനെ ഉയരങ്ങളിൽ സുഗന്ധം പരത്തി വിടർന്നു നിൽക്കുന്നത്, മണ്ണിലും ചളിയിലും ഞാനിങ്ങനെ പടർന്നു നിൽക്കുന്നതിലാണ്. വേര് പൂവിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ഉയരങ്ങളിൽ ഇലകൾക്കിടയിൽ വിരിഞ്ഞ് സുഗന്ധം പരത്തി നിൽക്കുന്നത് ഞാൻ ചെളിയിലും മണ്ണിലും പടർന്നു കിടക്കുന്നതിലാണ്. ശരിയല്ലടോ? ശരിയല്ലേ? ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാരുടെ ഉറക്കം, എത്ര ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ടാവും? അവർ എത്ര ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും? അവരാദ്യം ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടാവും, ഇതെങ്ങനെ നടക്കണം, ഏതൊക്കെ സെഷൻസുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെയാണ് ഹൈലൈറ്റ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യണം, ഏതൊക്കെ ഫാക്കൽറ്റീസിനെ നമ്മൾ കൊണ്ടുവരണം, ഓരോ ഫാക്കൽറ്റീസിനെ എത്ര ടൈം അലോട്ട് ചെയ്യണം. ആ ഫസ്റ്റ് ഡേ ഓൺവേർഡ് സ്റ്റിൽ നൗ ദേ ആർ റണ്ണിങ് ബിഹൈൻഡ് ദിസ്. ക്ലിയർ ഇറ്റ്? ഓടിക്കൊണ്ടിരിക്കുകയാണ് അവർ. എന്നെ കോണ്ടാക്ട് ചെയ്ത ഒരു മോനുണ്ട്, ഇജാസ്. അവൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ കോണ്ടാക്ട് ചെയ്തു, ഇന്ന് വന്നു. ഒരാളെ എന്നെ പിക്ക് ചെയ്യാൻ അവിടെ വരുമ്പോൾ വേറൊരു ടീമുണ്ട് ഇവിടെ, അതിൻ്റെ മുമ്പിൽ സെഷൻ കഴിഞ്ഞ ആളെയും കൊണ്ടുപോകുന്നു. ദേ ആർ റണ്ണിങ്. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ സഫർ ചെയ്യുമ്പല്ലേ നമ്മളുടെ ലൈഫ് ഈസി ആവുന്നത്, അല്ലേടാ? അതല്ലേ നമ്മളെ ലൈഫ് ഈസി ആവുന്നത്? വേര് പൂവിനോട് പറഞ്ഞു. യെസ്, നമ്മളുടെ പാരൻസ് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഇത്ര സന്തോഷത്തിൽ നമ്മളിവിടെ വന്നിരിക്കുന്നത്. എത്ര ദിവസങ്ങളുടെ അവരുടെ ഉറക്ക്, അവരുടെ ക്ഷീണം, അവരുടെ രക്തം, അവരുടെ ആരോഗ്യം, ഇതെല്ലാം കൊണ്ടിട്ടല്ലേ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ മുതൽ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? A to Z അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ, ആസ് എ ഡോട്ടർ, ഒരു മകൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലക്ക് നമുക്ക് ഡ്യൂട്ടീസ് ഉണ്ടോ? യെസ് ഓർ നോ? യെസ്. എന്തൊക്കെയാ? ഞാനല്ല പറയണ്ടത്, പറഞ്ഞോ. എന്തൊക്കെ ഡ്യൂട്ടീസാണ് നമുക്കുള്ളത്? അവർ പറഞ്ഞ അനുസരിക്കണം. വെരി ക്യൂട്ട്. അവർ പറഞ്ഞ അനുസരിക്കണം അല്ലേ? അവർ പറയുമ്പോൾ നമുക്ക് അത്ര ഈസി ആയിട്ട് തോന്നാറുണ്ടോ? നമ്മളിങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു 10 മിനിറ്റും കൂടി ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും ഒന്ന് വീട്ടിൽ വന്നിട്ട് നമുക്ക് എങ്ങോട്ട് പോവാണ്ടാവുക? എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ നമ്മൾ പറഞ്ഞു വിടില്ലേ? അപ്പോൾ പോവാൻ ഇഷ്ടമുണ്ടാവലുണ്ടോ? പോവോ നിങ്ങൾ? എന്തെങ്കിലും എക്സ്ക്യൂസ് നമ്മളവിടെ പറയാനുണ്ടാവും അല്ലേ? നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടും. ആരുടെയെങ്കിലും പ്രയാസങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ സന്തോഷമായിട്ടുള്ള ജീവിതം. ക്ലിയർ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം CG ഡേ ഉണ്ടായിരുന്നു. CG ഡേ കഴിഞ്ഞിട്ട് ഒന്നിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാം. ഉച്ചവരേ ഉള്ളൂ. പ്രോഗ്രാമിൻ്റെ കോമ്പയറിങ് ഞാനായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു ഉച്ചവരെ മതി, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് വീട്ടിൽ പോകാൻ വിചാരിച്ചു. ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫരീദ എന്നാണ് പേര്, പാലക്കാട്ടുകാരിയാണ്. അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്ന്, അനു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോൺ എടുത്തിട്ട് അവൾ സംസാരിക്കുന്നത്, ആ മോളെ ഉമ്മ ഇറങ്ങാൻ നോക്കുന്നേ ഉള്ളൂ, ഉച്ച കഴിഞ്ഞാൽ വരും, കുഴപ്പമില്ല, മോളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഫോൺ കട്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ആരാ വിളിച്ചേ? അപ്പോൾ അവളൊരു മോളെ വിളിച്ചേ. ഇല്ല, അവൾ എപ്പോഴാണ് ഇറങ്ങുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചോ പറഞ്ഞു. ഓക്കെ ശരി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങി താഴെ വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് താഴെ വന്ന് കുറച്ചുകൂടി ഞങ്ങൾ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഒരു ഹാഫ് അവറും കൂടി അവിടെ ലേറ്റായി. ഒരു 45 മിനിറ്റ്സ് ഞങ്ങൾ പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും കോള്, ഉമ്മ എവിടെ എത്തി? ബസ് കിട്ടിയോ? ബസ്സിൽ കയറിയോ? അപ്പോൾ അവൾ പറഞ്ഞു, ഫരീദ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഇല്ല മോളെ, ഉമ്മ കുറച്ചുകൂടി ഫ്രണ്ട്സിനെ കണ്ട് നിസ്കരിച്ച് ഫുഡ് കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റായി, കുറച്ചുകൂടി കഴിഞ്ഞിട്ടല്ലേ ബസ്സിലേക്ക് കയറുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും കാലമായില്ലടാ നമ്മൾ കണ്ടിട്ട്, നമുക്ക് കുറച്ച് നേരം ഒരു കഫേയിലൊക്കെ പോയിരുന്ന് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് ജ്യൂസെല്ലാം കഴിച്ചിട്ട് സാവധാനം പോവാം. ഇനിയിപ്പോൾ എപ്പോഴാണ് പാലക്കാട് നിന്ന് വരുമ്പോൾ ഒന്ന് കാണാം. ഓക്കെ ശരി.
ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഒരു കഫേയിൽ പോയിരുന്ന് ഞങ്ങൾ സംസാരിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഞങ്ങൾ ജ്യൂസെല്ലാം കഴിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. ഇരുന്ന് കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് നമ്മളല്ലേ കഥ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കോള് വന്നു. മോള് വിളിച്ചിട്ട് ചോദിച്ച്, ഉമ്മ എന്താ ഈ ബസ് കിട്ടിയോ, ബസ് കയറി ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മോളെ ബസ് കിട്ടിയിട്ടില്ല, ഉമ്മ പോന്നിട്ടില്ല, ഞങ്ങളിവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾ ജ്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി കഴിയും. അപ്പം ഞാനിത് കേട്ടിട്ടേ ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നും മോളെ ഫോൺ എവിടെയെങ്കിലും വെക്കുന്നത്, എൻ്റെ ഉമ്മ എങ്ങോട്ടും പോലും അങ്ങോട്ട് തന്നെ വരും, ബസ്സിൽ കയറിയിട്ട് വിളിക്കും, ഇനി ഇതിലേക്ക് വിളിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അസൂയ തോന്നി അവളുടെ അടുത്ത്. ഇതല്ലടോ സ്നേഹം എന്ന് പറയുന്നത്, ഇതല്ലേ കെയർ എന്ന് പറയുന്നത്, ഇതല്ലേ നമ്മളെ പാരൻസ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുമ്പേ എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് അത്യാവശ്യമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഓടിയതാണ്. എൻ്റെ ഉമ്മ ബോട്ടിൽ വെള്ളം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് ഓടിയപ്പം ഇറങ്ങി ഓടി ബസ് സ്റ്റാൻഡിൽ ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുക. ബസ്സിൽ വെയിറ്റ് ചെയ്ത് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിന് വരുന്ന ഒരു ബോട്ടിൽ വെള്ളമായിട്ട് ഞാൻ തിരക്കിൽ ഓടിയപ്പം ആ ബോട്ടിലെടുക്കാൻ മറന്നുപോയി. ഫാദർ ആ ബോട്ടിലായിട്ട് വന്നതാ. പറയുമ്പോൾ നമുക്ക് ഭയങ്കര ചെറിയൊരു കാര്യമാണ്. ഒരു 10 രൂപ കൊടുത്താൽ ആ വെള്ളം എനിക്ക് വാങ്ങാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാനൊരു പ്രൊഫഷണലാണ്, എനിക്ക് ഒരു 10 രൂപക്കൊരു വെള്ളം വാങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ അതിൻ്റെ പേരാണെന്ത്? സ്നേഹം. അതിൻ്റെ പേരാണെന്ത്? കരുതൽ. ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിലും അല്ലേ, ഇങ്ങനെയൊക്കെ കുറച്ച് നമ്മളൊന്ന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടീം എങ്ങോട്ട് പോവും? സ്വീറ്റായിട്ട് പോവും അല്ലേ. ഓക്കെ, ഞങ്ങൾ കഴിഞ്ഞ വർഷം സമ്മർ ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ സിജിയിൽ കഴിഞ്ഞ വർഷത്തെ സമ്മർ ക്യാമ്പ് നടത്തിയപ്പം സമ്മർ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്തിരുന്നത് നുബ അമീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളായിരുന്നു. നുബ അമീൻ്റെ കഴിവെന്താണെന്ന് വെച്ചാൽ അവളുടെ സ്റ്റേറ്റിൽ നിന്ന് പ്രസൻറ്റേഷൻ മത്സരങ്ങൾക്ക് പോയിട്ട് ഫസ്റ്റ് വിന്നറായിട്ട് വന്ന ആളാണ്. അവളെയാണ് ഞങ്ങൾ അന്ന് ഗസ്റ്റായിട്ട് വിളിച്ചത്, ഇനാഗുറേഷന് വിളിച്ചത്. അവൾ വന്നിട്ട് ഒരു ഇനാഗുറേഷൻ സ്പീച്ച് അങ്ങോട്ട് നടത്തി. ശരിക്കും ഞങ്ങളെല്ലാവരും ഇങ്ങനെ സ്റ്റണ്ണിങ്, നമ്മളിങ്ങനെ ഒണ്ടടിച്ചു പോയി. എന്തൊരു പ്രസൻറ്റേഷനാണ്. കാരണം നമ്മളൊരു ഇനാഗുറേഷൻ അല്ലേന്ന് വിചാരിച്ച് വിളിച്ചതാണ്. ആക്ച്വലി ഈ കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് പ്രസൻറ്റേഷനിലാണ്. അത് നമ്മൾ മറന്നുപോയി. പ്രസൻറ്റേഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു കുട്ടീനെ ഇനാഗുറേഷനെ വിളിച്ചാൽ അങ്ങനെ ഉണ്ടാവും. നൈസ്. അതേ ക്യാമ്പിൽ തന്നെ ഒരു മോനും കൂടി ഉണ്ടായിരുന്നു, 10th പഠിക്കുന്നൊരു മോൻ. ആ മോൻ വന്നപ്പോൾ ഭയങ്കര സൈലൻ്റാണ്, ആൾ ഭയങ്കര കാമാണ്. നമ്മളൊന്നും അത്ര ശ്രദ്ധിക്കില്ല. പക്ഷേ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മെൻറ്ററാണ് പറഞ്ഞത്, ഇവൻ്റെ കയ്യിലൊരു റോബോട്ട് ഉണ്ടെന്ന്. അവൻ്റെ കയ്യിലുള്ള റോബോട്ടിനെ കുറിച്ച് ഞാൻ പോയിട്ട് ചോദിച്ചു നോക്കുമ്പോൾ അവൻ പറഞ്ഞത്, ഇവൻ സ്വന്തമായിട്ട് കോഡിങ് പഠിച്ച് അവൻ നിർമ്മിച്ചിട്ടുള്ള ഒരു റോബോട്ടാണ്. അവൻ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള. അലക്സ കേട്ടിട്ടില്ലേ? അലക്സ പ്ലേ ദ സോങ്, അലക്സ ലൈറ്റ് ഓഫ്. നമുക്കിങ്ങനെ കമൻസ് കൊടുത്ത ശീലം അല്ലേ? ഇവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ്റെ റോബോട്ടിനെ. അവൻ്റെ കമൻസിനനുസരിച്ച് അവൻ്റെ കാര്യങ്ങൾ അത് ചെയ്യും. ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെ ഇത് പഠിച്ച്? പൈത്തൺ മോൻ പഠിച്ചോ? ഇത്രയും പഠിച്ചോ? ആ, കോവിഡിൻ്റെ സമയത്തൊക്കെ ഞാൻ വെറുതെ ഇരുന്നില്ലേ, ആ സമയത്ത് ഞാൻ കുറേ പ്രോഗ്രാമിങ് പഠിച്ചു, ഞാൻ കുറേ കോഴ്സുകൾ ചെയ്തു വിദേശ യൂണിവേഴ്സിറ്റികളുടെ. നമുക്ക് വളരെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ കുറവായിരിക്കും അല്ലേ, ഒരു 10-12 വയസ്സാകുന്നവരെയൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പം നമുക്ക് ചുറ്റുള്ളതെല്ലാം നമുക്ക് ഭയങ്കര അത്ഭുതങ്ങളായിരിക്കും. നമ്മൾ അതിൻ്റെയിലേക്കൊരു പാഷനും ഒരു ഡീപ്പിലേക്ക് നമ്മളങ്ങ് പോകും. ഇവിടെ എല്ലാം എത്ര ആൾക്ക് ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്? ഇതിപ്പോൾ കൈവക്കാൻ കുറച്ച് മടിയുണ്ടാവും, സാരല്ല പോട്ടെ. നിങ്ങളെ പാരൻസ് ഇവിടെ വന്നിട്ടില്ലല്ലോ, പിന്നെന്താ ഇത്ര മടി നിങ്ങൾക്ക് കൈവക്കാൻ? ഓക്കെ, ഈ സമയത്ത് നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളായിരിക്കും അല്ലേ, ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള തോട്ട്സുകളായിരിക്കും, നമുക്ക് ഓരോ പാഷനുകൾ ഉണ്ടാവും അല്ലേ. നമ്മൾ അതിൻ്റെ പുറകെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ, ഇവിടെ എത്ര BTS ഫാൻസ് ഉണ്ടടാ? BTS ഫാൻസ്
ഇതിപ്പോൾ ആരും കൈ വെക്കൂല. എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഈ സദസ്സിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും. ഓക്കെ, എനിവേ, എത്ര ടെക്സ്റ്റ് ഫാൻസ്? ഓക്കെ, എത്ര മെസ്സി ഫാൻസ് ഉണ്ട്? റൊണാൾഡോ? ഓ, റൊണാൾഡോ ഫാൻസ് ആണോ കൂടുതൽ? യെസ്. ഓക്കെ, നമുക്കിങ്ങനെ ഒരുപാട് ഫാൻസുകൾ ഉണ്ടാവും, നമുക്ക് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇത് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും അല്ലേ? ഇപ്പോഴുള്ള കുട്ടികൾ, എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും ടെക്സ്റ്റ് അല്ലെങ്കിൽ BTS, ഇതിന് എത്രത്തോളം ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പറയാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. എനിവേ, അപ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മളെ പാഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ വണ്ടേഴ്സുകളാണ് നമ്മളെ മുമ്പിലുള്ളതെന്നല്ലേ. നമ്മൾ എത്ര സമയമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നത്? എത്ര സമയം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യും? എത്ര റീൽസാണ് നമ്മൾ കാണുക? ഒരു റീൽ കണ്ട് തീർക്കാനുള്ള സമയം പോലും നമുക്കില്ല. 30 സെക്കൻഡ് പോലും നമുക്ക് ക്ഷമയില്ല. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? നമ്മൾ ഫാസ്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? മൂവിങ് ഒന്നിന്ന് മറ്റൊന്നിലേക്ക് വേറൊന്നിലേക്ക്. അപ്പം നമുക്ക് വണ്ടേഴ്സാണ് നമ്മൾ ചുറ്റിലും മുഴുവനും. പുറത്തുള്ളതെല്ലാം നമുക്ക് വണ്ടേഴ്സാണ്. നേരത്തെ സാറ് പറഞ്ഞ പോലെയുള്ള പൊതുവെ എല്ലാം നമുക്ക് വണ്ടേഴ്സാണ് ഈ ഒരു സമയത്ത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ പുറകെ പോകുമ്പം നമ്മൾ ഭയങ്കര സെലക്റ്റീവ് ആണ്. മെസ്സിനെ നമ്മൾ അറിയണം, റൊണാൾഡോ ആണെന്ന് നമ്മൾ അറിയണം, എല്ലാ സ്പോർട്സ്മാൻമാരെയും നമ്മൾ അറിയണം. പക്ഷേ അതൊരു പരിധി വരെ മാത്രം. എന്താണ് അവരെ കഴിവ്, അവരെ എത്രത്തോളം നമുക്ക് ഫോളോ ചെയ്യാം എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി ആരാധന നമുക്ക് ഒരിക്കലും പാടില്ല. അല്ലെങ്കിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളെ ടൈം, നമ്മളെ എനർജി എല്ലാം വേസ്റ്റാണ്. പക്ഷേ വളരെ കുറഞ്ഞ അളവിലാകുമ്പോൾ നമ്മൾ അതറിയില്ല. ക്രമേണ അത് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നോക്കിയാൽ മതി. നമ്മളെ സ്റ്റഡീസിന് അത് ബാധിക്കുന്നുണ്ടോ, നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ബാധിക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് എ ബാഡ് സൈഡ്. അത് നമ്മളെ വളരെ സാവധാനം നമ്മളെ ബാക്കോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഈ അടുത്ത് ഞാനൊരു റീല് കാണുമ്പോൾ കണ്ടതാണേ. ഒരു റീല് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നേരം അത് കണ്ടങ്ങ് ചിരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ റീലിലുള്ളത് 3 കുട്ടികൾ ഇത് ചാടി വീഴുന്നതാണ്. എന്ത്? ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ട് ചാടി പുറത്തേക്ക് വരുന്നതാണ്. ചാടി പുറത്തേക്ക് വീഴുന്നത്, അവരിങ്ങനെ ചാടുന്നത് നമ്മൾ കാണിക്കുന്നത്, വീഴുന്നത് വേറെ ഡ്രസ്സിലാണ്. കാരണം 3 കുട്ടികൾ യൂണിഫോമിൽ വരുന്നത്, അവർ സ്കൂളിൻ്റെ കോമ്പൗണ്ട് വാൾ ചാടുന്നു. ചാടി വീഴുന്നത് ഒരു ലുങ്കിയും ഒരു ബനിയനും ഒക്കെ ഇട്ടിട്ട് 3 ഉന്തുവണ്ടിയുമായിട്ടാണ് ചാടുന്നത്. അവിടെയുള്ള അവസ്ഥ ഭയങ്കര ക്ലിയർ അല്ലേ കാര്യം? നമ്മൾ സ്കൂളിൽ ചാടുന്നു, സ്കിപ്പ് ചെയ്ത് ചാടുന്നു, ടീച്ചേഴ്സിനെ കണ്ണ് വെട്ടിച്ച് നമ്മൾ ചാടുന്നു. എന്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്? നമ്മൾ വലിയൊരു അബദ്ധങ്ങളിലേക്കാണ് ചെല്ലുന്നത് അല്ലേ? പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണത്. സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്, പക്ഷെ അവരൊക്കെ ഹൈ ലെവലാണ്. ആരൊക്കെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് അല്ലെങ്കിൽ കോളേജ് ഡ്രോപ്പ് ഔട്ട്സ് ഏറ്റവും ഉന്നത നിലയിലെത്തിയ ആൾക്കാർ ഒന്ന് പറയാം. സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, ഇങ്ങനെ തുടങ്ങി എത്ര ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റും? ഒരുപാട് ആൾക്കാർ, അത് പേരുകൾ വിളിച്ച് പറയുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെന്തുകൊണ്ട് സ്കൂൾ ഡ്രോപ്പ് ഔട്ടായി, അല്ലെങ്കിൽ അതിന് ശേഷം അവരെന്ത് ചെയ്തു. എപ്പോഴും നമ്മൾ ഗ്ലോറിഫൈ ചെയ്തിട്ട് ഒരു ഭാഗം മാത്രമേ കേൾക്കുള്ളൂ. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയാലും ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഏതെങ്കിലും ഹയർ ലെവലിൽ ഞാൻ എത്തും. അതല്ല, അവർ അത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു. ഒരു പക്ഷേ സ്കൂൾ ലൈഫ് അവരെ ബാക്കോട്ട് വലിക്കുന്നുണ്ടാവും. അവർക്ക് അവരുടെ കഴിവ് മാക്സിമം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർ ഡ്രോപ്പ് ഔട്ട് ആയത്, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം. അതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ആയതിനു ശേഷം അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മളുടെ അവിടെ ആ ഒരു പാട്ട് മാത്രം ഗ്ലോറിഫൈ ചെയ്തിട്ട് എല്ലാവരും അതിൻ്റെ ബാക്കിലാണ് പോകുന്നത്. വളരെ ബേസിക്കലി അവരതെങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട് അല്ലേ? പഠിക്കണമെന്ന് ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഒരിക്കലുമില്ല. എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം? എന്താണ്? മടിയല്ലേ എല്ലാവരും പ്രശ്നം. പെട്ടെന്ന് നമുക്ക് മടി വരും. ഇപ്പം മെൽ റോബിൻസിൻ്റെ ഒരു ബുക്കുണ്ട്,
ഫൈവ് സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ബ്രെയിന് അതിനെ നമ്മളെ നെഗറ്റീവിലേക്ക് ബാക്കോട്ട് വലിക്കും. അതായത് ഇപ്പം നമ്മൾ വിചാരിക്കാണ്ട് ബാങ്ക് കൊടുത്ത് പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല മഴയാണ്, ഈ മഴയത്തിനിപ്പം ഞാൻ പോയി ആകെ നനഞ്ഞ് ഇനിയിപ്പോൾ പള്ളിയിൽ പോകണ്ട. പക്ഷെ ഒരു 5 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ നിന്നൊരു മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 2 3 4 5 നമ്മൾ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു മൂവ് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒരു 5 സെക്കൻഡ് റൂൾ. ഏത് കാര്യം നിങ്ങൾ ചെയ്യാൻ വിചാരിച്ചാലും, നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഇനിയിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പഠിക്കുക, 9 മണിയായി, ഇന്നിപ്പോൾ സമയം കഴിഞ്ഞ്, ഇനിയിപ്പോൾ നാളെ കുറച്ച് നേരത്തെ 7 മണിക്ക് തുടങ്ങാം അല്ലേ? ചിരിക്കേണ്ട, ഇത് തന്നെ എല്ലാവരും അവസ്ഥ തന്നെയാണ്. പക്ഷേ ആ സമയം ആയിക്കോട്ടെ, കുഴപ്പമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് 1 2 3 4 5. ജസ്റ്റ് ഡു ദാറ്റ് മൂവ്മെൻറ്റ്. ആ ഒരു മൂവ് ചെയ്യുമ്പം നമുക്കത് ചെയ്യാനുള്ള നമ്മളുടെ ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും. ആ 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മളെന്താവും, നമ്മളെ ബ്രെയിൻ അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഞാനിപ്പോൾ എന്തിനാ ചെയ്യണേ, രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ഇത്രയും തണുപ്പുള്ള സമയത്ത് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വിചാരിക്കാം, എന്നാൽ നാളെ തൊട്ട് പഠിച്ചു തുടങ്ങാം. പക്ഷെ ഇതിൻ്റെ പകരം നമ്മൾ ആ ഒരു 5 സെക്കൻഡ് റൂളിൽ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഐ തിങ്ക് ഇറ്റ് വുഡ് ബി വെരി ഈസി ഫോർ എവ്രി വൺ. സൊക്കെ ടീൻ എന്ന് പറഞ്ഞു, ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര ട്രാജഡി ആണോ എന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ത്രെഡ്സ് ആണ് ഈ ഒരു ടീനേജിൽ ഫീൽ ചെയ്യണേ? പറയൂ. എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസാ? ഭയങ്കര നമുക്ക് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണൽ ചേഞ്ചിൻ്റെ ഭയങ്കര പ്രശ്നമുള്ളൊരു സമയത്താണ് അല്ലേ? നത്തിങ് വേഴ്സ് അതർ ദാൻ ദിസ് ടീൻ എന്നാ പറയുക. ഭയങ്കര മെൻ്റലി നമ്മൾ, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അത് പറയുന്നത് ഇഷ്ടപ്പെടില്ല, നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് പാരൻസ് ചോദിക്കും ഇതെന്താ ഇങ്ങനെ, നമ്മൾ അത് ചെയ്യുമ്പോൾ അതെന്താ അങ്ങനെ, ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും. നമുക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി പ്രോബ്ലംസ് ആയിരിക്കും അല്ലേ? ഒരാൾ ഭയങ്കരമായിട്ട് പഠിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഭയങ്കര അസ്വസ്ഥത. അപ്പോഴത്തേക്കും മറ്റേ ആൾ അവിടെ കിടന്നിട്ട് ഭയങ്കരമായിട്ട് പാട്ട് പാടുന്നത്, പടച്ചനെ എനിക്ക് പാടാനുള്ള കഴിവില്ലല്ലോ. അപ്പം അത് വിചാരിക്കുമ്പോൾ വേറൊരാൾ ഭയങ്കരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണുന്നത് അല്ലേ? അപ്പം ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് ചില ആൾക്കാർ പാട്ടും പാടും പ്രസംഗിക്കുകയും ചെയ്യും. ഇതെല്ലാം കാണുമ്പോൾ ഐ ആം നോട്ട് ഇനഫ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് മൈൻഡിലേക്ക് വരും. എനിക്ക് വിചാരിച്ചത്ര നീളല്ലല്ലോ, എൻ്റെ ഹൈറ്റ് പോരല്ലോ അല്ലേ? എല്ലാവർക്കും പ്രശ്നമുണ്ട്, ഹൈറ്റിൻ്റെ പ്രശ്നം. ഭയങ്കര ചിരി ഇവിടെ എല്ലാവരും. ഹൈറ്റ് എത്ര വലിയ പ്രശ്നമാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയലുണ്ട്, ഉമ്മക്ക് അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തത്. ഹൈറ്റൊക്കെ ഭയങ്കര പ്രശ്നമാണോ? ഇതൊന്നും പ്രശ്നമല്ലടോ, ഇതൊക്കെ ഒരു പ്രശ്നമാണോ? നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ, ഞാൻ ഭയങ്കര ഫെയർ ആണോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണോ? അല്ല, ബട്ട് ഐ എം കോൺഫിഡൻറ്റ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ഡെലിവർ ദിസ് സ്പീച്ച്. എനിക്കിവിടെ നിൽക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നോട് പാടാൻ പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റുമോ? ഇല്ലടാ, തീർച്ചയായിട്ടും പാടാൻ പറ്റില്ല, കാരണം അതിനുള്ള കഴിവില്ല. പക്ഷേ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഐ ക്യാൻ ഡു ദാറ്റ്. ഇപ്പം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളാണ്. എന്താണോ നമ്മളെ കഴിവ്, ആ കഴിവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പരിശീലിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുക. ചില ആൾക്കാർക്ക് ഫുട്ബോൾ കളിക്കാനായിരിക്കും, ചില ആൾക്കാർക്ക് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും, ചില ആൾക്കാർക്ക് വേറെ പല ഏരിയകളിലായിരിക്കും, ചിലർക്ക് IT മേഖലയിലായിരിക്കും അവരുടെ കഴിവ്. എന്താണോ അവരുടെ കഴിവ് അത് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ പരിപോഷിപ്പിച്ചു കൊണ്ടുവരിക. അവിടെയാണ് നമ്മളെ കഴിവ്. എന്താണോ എനിക്കില്ലാത്തത്, ആ ഇല്ലാത്തതിനെക്കുറിച്ച് ഇങ്ങനെ പ്രയാസപ്പെടുന്നേക്കാളും നല്ലത് എന്താണ്, ഉള്ളതെന്താണോ അതിനെ നമ്മൾ മാക്സിമത്തിലേക്ക് കൊണ്ടുവരിക. കാട്ടിലെ സിംഹം ആരാടോ? കാട്ടിലെ രാജാവ് ആരാണ്? സിംഹം. കാട്ടിലെ സിംഹാരാന്നല്ല ഞാൻ ചോദിച്ചേ. ഓക്കെ, എന്താ കാരണം? ഏറ്റവും നല്ല ഓട്ടക്കാരനാരാ? ചീറ്റ. വെരി ഗുഡ്. ദെൻ ഏറ്റവും കൂടുതൽ ശക്തനാരാ? ആന. ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടെന്ന് പറയപ്പെടുന്ന ആർക്കാ?
കുറുക്കൻ. പക്ഷെ എന്തുകൊണ്ട് ഈ സിംഹം കാട്ടിലെ രാജാവായി? എന്തുകൊണ്ടാണ് ഈ സിംഹം കാട്ടിലെ രാജാവായേ? അത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യ്. ഇനി പിന്നെ ഒരിക്കൽ നമ്മൾ കാണുമ്പോൾ ഇതിനേക്ക് നിങ്ങൾ ആലോചിക്കുക. കാരണം ഓട്ടക്കാരനല്ല, ശക്തനല്ല, ഏറ്റവും ഭംഗിയുള്ളതാണോ? ഓ മയില് അല്ലെങ്കിൽ ഈ മാനൊക്കെ കാണാൻ എന്ത് ഭംഗിയാ, പക്ഷെ ഭംഗിയുമില്ല. പക്ഷേ സിംഹമാണ് കാട്ടിലെ രാജാവ്. അപ്പം ഇതൊന്നും അല്ല ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഈ കാണുന്ന കളറോ അല്ലെങ്കിൽ അയാളുടെ ഫിഗറോ അയാൾ ഉപയോഗിക്കുന്ന ഫോണോ അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സിൻ്റെ ബ്രാൻഡോ ലെവിസോ ഇതൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ കോൺഫിഡൻസ്, സോൾ, ഈ പറയുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ, അയാളുടെ സ്വഭാവം, അയാൾ രൂപപ്പെട്ടു വരുന്ന പാശ്ചാത്തലം, ഇതാണ് ആ മനുഷ്യനെ യുണീക്കാക്കുന്നത്. അല്ലാതെ അയാളുടെ ഡ്രസ്സാണോ, അയാളുടെ ചെരുപ്പ് ക്രോക്സ് ആണോ നോക്കിയിട്ടാണോ, അയാളുടെ കയ്യിലുള്ള ഫോൺ ഐഫോൺ 15 Pro ആണോ നോക്കിയിട്ടാണോ? നോട്ട് അറ്റ് ഓൾ. പിന്നെ നമ്മളെന്തിനാ ഈ കാണുന്ന ഇതിനൊക്കെ നമ്മൾ ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിട്ട് നമുക്ക് ഇത്രയും ഒരു അസ്വസ്ഥത നമ്മൾ പ്രകടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അയാൾക്ക് പാടാൻ പറ്റും, എനിക്ക് പാടാൻ പറ്റില്ല പ്രയാസങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? ദാറ്റ്സ് നോട്ട് നൺ ഓഫ് അവർ ബിസിനസ് അല്ലേ? അതൊന്നും നമ്മളെ കാര്യങ്ങളല്ല. നമ്മൾക്ക് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ നമ്മൾക്ക് ഏറ്റവും എക്സലൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ID മുസ്തഫനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ID മുസ്തഫ അവർ 35,000 എബോവ് അവർക്ക് ഇപ്പം ഷോപ്പുകളുണ്ട്. അവർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പം കോടികളുടെ ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അയാളുടെ സ്റ്റോറി ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്, മോട്ടിവേറ്റിംഗ് ആണ്. യൂട്യൂബിലുണ്ട്, അയാളുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് ഇവിടെ പറയാനുള്ളത് അതല്ല. എന്താ എനിക്ക് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ളത് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നോട്ട് ഡെപ്റ്റ് ടു ബിസിനസ്സാണ്. മീൻസ് ഒരു എമൗണ്ട് പോലും പലിശയില്ല, ഇൻട്രസ്റ്റ് ഇല്ല. ഒരു ബിസിനസ്സുകാരന് കോടികളുടെ ബിസിനസ് നടത്തുമ്പം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടേ? അപ്പോൾ ഇവിടുന്ന് അവർക്ക് ക്യാഷ് കിട്ടുക, ലോൺ എടുക്കുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി എന്താണ്? ആസ് എ മുസ്ലിം നമുക്ക് പലിശ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഫ്രീ ആണ്. അപ്പം നമുക്ക് എത്തിക്സ്, വാല്യൂസ്, അത് നമ്മളെപ്പോഴും നമ്മളുടെ കൂടെ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളാണ്. എത്തിക്സ് ആൻഡ് വാല്യൂസ്. എത്തിക്സും വാല്യൂസും മുറുകെ പിടിച്ചിട്ട് ഏതറ്റം വരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരാൻ പറ്റും. അപ്പം എനിക്കിവിടെ പറയാനുള്ളത്, നമുക്ക് ഒരുപാട് പഠിക്കാം, നമ്മൾ എല്ലാ എക്സാംസും ക്ലിയർ ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷെ കോപ്പി അടിച്ചിട്ട് ചെയ്യുന്ന എല്ലാ അർത്ഥമുണ്ടോ? മറ്റുള്ള ഒരാളെയിൽ നോക്കി ചെയ്തിട്ട് കാര്യമുണ്ടോ? കള്ളത്തരം കാണിച്ചിട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം ഏറ്റവും എത്തിക്സും വാല്യൂ, എനിക്ക് തോന്നുന്നു ആ പോയിന്റ് ഇവിടെ പറയേ വേണ്ട. കാരണം ടിൽ നൗ ഇതുവരെ നിങ്ങൾ ആ കാര്യങ്ങളാണ് കേട്ടോണ്ടിരുന്നത് മോർണിംഗ് മുതൽ അല്ലേ? വി ഹാവ് ടു ഫോളോ ദീസ് ഓൾ തിങ്സ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരാളെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെയറാക്കി വെച്ചേ. പെയർ, തൊട്ടടുത്തുള്ള ആൾക്കാർ കേട്ടോ. എന്നിട്ട് നിങ്ങളെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെയൊക്കെ ഇല്ലേ, അതൊന്ന് ചുരുട്ടി പിടിച്ചേ. എല്ലാവരും നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഒന്ന് ചുരുട്ടി പിടിച്ചേ. ഓക്കെ. എന്നിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് നിവർത്തി പിടിക്കേ. ഓക്കെ. എന്നിട്ട് നിങ്ങൾ പെയറായിട്ട് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കിയേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എല്ലാവരും ചെയ്യേണ്ടത് ഈ തുറന്ന് വെച്ച കൈ കൊണ്ട്, അതായത് ഇടത്ത് കൈ കൊണ്ട് മറ്റേ ആളുടെ വലത് കൈ തുറക്കാൻ ശ്രമിക്കുക. മാക്സിമം എഫേർട്ട് ഇട്ട് അത് തുറക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഓക്കെ, മത്സരമാണേ. മാക്സിമം ട്രൈ ചെയ്ത് അത് തുറപ്പിക്കുന്ന വരെ ഒന്ന് ട്രൈ ചെയ്യ്. തുറക്കാൻ പറ്റുന്നുണ്ടോ? ഇതാ അവിടെ പറ്റുന്നില്ല പറയുന്നു. ഓ, അടിയാവും അവസാനമാവും. ഓക്കെ, നൈസ്. ഓക്കെ, സ്റ്റോപ്പ്. ആർക്കും തുറക്കാൻ പറ്റിയില്ല അല്ലേ? ആർക്കെങ്കിലും തുറക്കാൻ പറ്റിയോ? തുറക്കാൻ പറ്റിയ ഒരാൾ 1 2 3 ഇത്ര ആൾക്ക് 4 5 ഇത്രയും കുട്ടികൾ ഇരുന്നിട്ട് ഈ 4 5 ആൾക്ക് ഇത് തുറക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്തേ? ഞാനിത് തുറന്നു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, തുറന്നു കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ തുറന്നില്ല? നമ്മളെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര മത്സരമാണ്. നമ്മളിങ്ങനെ മുറുക്കി പിടിക്കില്ല എപ്പോഴും. നമ്മളിങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല. നമ്മളാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുറുക്കി പിടിക്കും. അവിടെയൊക്കെ യുദ്ധമാണ് നടന്നത്. അവിടെയൊക്കെ നിങ്ങൾ മുറുക്കി പിടിക്കാണ്.
അതിൽ കിടന്ന് മരിച്ചതാണ് ഓരോരുത്തർ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, തുറക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ നിങ്ങൾ എന്തൊരു ടൈറ്റാണ് പിടിച്ചത്. നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞുവിടായിരുന്നില്ലേ? എൻ്റെ കൈയൊന്ന് എനിക്ക് തുറന്നു തരുമോ? നെഗോസിയേഷൻ. ചില സമയങ്ങളിൽ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ, ഒന്ന് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂലേ? നമ്മൾ പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതി, വാശി പിടിച്ച് കരയുന്നതാണോ നന്നായിട്ട് പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കണതാണോ ബെറ്റർ? ഏറ്റവും നന്നായിട്ട് നമ്മൾ ആവശ്യങ്ങൾ പറയുന്നത് അല്ലേ? നെഗോസിയേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ്, കോംപ്രമൈസ് ആൻഡ് മേക്ക് ഗുഡ് ഡിസിഷൻസ്. കമ്മ്യൂണിക്കേറ്റ്, കോംപ്രമൈസ്, മേക്ക് ഗുഡ് ഡിസിഷൻസ്. ഏറ്റവും നല്ല ഡിസിഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല മനുഷ്യന്മാരാവട്ടെ, ഏറ്റവും നല്ല ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മാറട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ടൈം ഭയങ്കര ഷോർട്ടാണ്. സോ ഐ കൺക്ലൂഡ്. താങ്ക് യു സോ മച്ച്.